നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 1600-ന് മുകളിൽ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും എല്ലാം നൽകിയിരിക്കുന്നത്. cmdkerala.net എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അവർ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് താഴോട്ട് വന്ന് ഇവിടെ കാണാം നാഷണൽ ഹെൽത്ത് മിഷൻ റിക്രൂട്ട്മെന്റ് ഓഫ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നൊരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഇവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ ക്ലിക്ക് ടു ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ കേരളത്തിൽ അറിയപ്പെടുന്ന ആരോഗ്യ കേരളം പദ്ധതി എന്നാണ്. അപ്പോൾ ആ ഒരു നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാണ് പോസ്റ്റ് നൽകിയിരിക്കുന്ന പേര്. അതായത് മറ്റൊന്നുമല്ല, സ്റ്റാഫ് നഴ്സ് എന്ന് തന്നെയാണ് ആ ഒരു പോസ്റ്റിന് നൽകിയിരിക്കുന്ന പേര്. 14 ജില്ലകളിലായിട്ട്, കേരളത്തിൻ്റെ 14 ജില്ലകളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ 125 ഒഴിവുകൾ, കൊല്ലം ജില്ലയിൽ 107 ഒഴിവുകൾ, പത്തനംതിട്ട ജില്ലയിൽ 76 ഒഴിവുകൾ, ആലപ്പുഴ ജില്ലയിൽ 111 ഒഴിവുകളും, കോട്ടയം ജില്ലയിൽ 102 ഒഴിവുകളും, ഇടുക്കി ജില്ലയിൽ 85 ഒഴിവുകളും, എറണാകുളം ജില്ലയിൽ 126 ഒഴിവുകളും, തൃശ്ശൂർ ജില്ലയിൽ 142 ഒഴിവുകളും, പാലക്കാട് ജില്ലയിൽ 133 ഒഴിവുകളും, മലപ്പുറം ജില്ലയിൽ 166 ഒഴിവുകളും, കോഴിക്കോട് ജില്ലയിൽ 109 ഒഴിവുകളും, വയനാട് ജില്ലയിൽ 121 ഒഴിവുകളും, കണ്ണൂർ ജില്ലയിൽ 143 ഒഴിവുകളും, കാസർഗോഡ് ജില്ലയിൽ 57 ഒഴിവുകളുമാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഏകദേശം 1603 ഒഴിവുകളാണ് നിലവിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ, കേരളത്തിൽ നാഷണൽ ഹെൽത്ത് മിഷനിൽ നിലവിലുള്ളത്. ഇനി എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്നെല്ലാം നമുക്കിവിടെ പരിശോധിക്കാവുന്നതാണ്. അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഇവിടെ നൽകിയിരുന്നത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെട്ടിരുന്ന BSc നഴ്സിംഗ് വിത്ത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ഓൺ 1 ഡിസംബർ 2020. അതല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ്, അതായത് GNM വിത്ത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ഓൺ 1 ഡിസംബർ 2020. അതായത് BSc നഴ്സിംഗ് പൂർത്തിയാക്കി 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗ് പാസ്സായ ആളുകൾക്കും അവസരമുണ്ട്. GNM പാസ്സായി 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം, ഈ പറയുന്ന സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷനായിട്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിരിക്കുന്ന മാക്സിമം 40 ഇയേഴ്സ് ആസ് ഓൺ 1/12/2020. അപ്പോൾ 40 വയസ്സാണ് മാക്സിമം ഏജ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് ബേസിസിലുള്ളൊരു റിക്രൂട്ട്മെന്റ് ആണ്. ഇനി നമുക്കിവിടെ കാണാം 25/12/2020 ഇന്നലെ രാവിലെ 10 മണിക്കാണ് ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ അവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ്. അവസാന തീയതി 8/1/2021 5 മണി വരെയാണ്. അപ്പോൾ ജനുവരി 8 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം കൂടിയുണ്ട്. സാലറി ഇവിടെ നൽകിയിട്ടുണ്ട് 17,000 രൂപ. ആദ്യത്തെ 4 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 17,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് 17,000 രൂപയും അതിനോടൊപ്പം 1000 രൂപ നിങ്ങൾക്ക് ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 1000 രൂപ ട്രാവലിംഗ് അലവൻസ് കൂടി നിങ്ങൾക്ക് അനുവദിക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഈ പറയുന്ന ട്രെയിനിങ് 4 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന 1000 രൂപ ട്രാവലിംഗ് അലവൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുക. അത്തരത്തിൽ 18,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ഒരു ജോബ് തന്നെയാണിത്. അപ്പോൾ അത്തരത്തിലാണ് ഈ പറയുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി കുറച്ച് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന cmdkerala.net വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ജനറൽ നഴ്സിംഗ് അതുപോലെ തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ നൽകിയിട്ട് 325 രൂപ പ്ലസ് ട്രാൻസാക്ഷൻ ഫീസ് എന്നാണ് ഇവിടെ എക്സാമിനേഷൻ ഫീസ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് പെർഫോമൻസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക. എക്സാം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എക്സാം വഴിയല്ല നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് പെർഫോമൻസ്, ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നോക്കി നിങ്ങളെ ഇൻ്റർവ്യൂ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. 325 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പിന്നെ പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ടെങ്കിൽ അതുകൂടി ചെറിയൊരു എമൗണ്ട് കൂടി ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. NHM CMD, അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷനാണ് നടക്കുന്നത്. അതായത് ഒരു അപേക്ഷകനെ ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ല മാത്രം സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക്
അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ അപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന എണ്ണം നോക്കിയിട്ട് നിങ്ങൾ എത്ര ഒഴിവുകളാണ് ഓരോ ജില്ലകളിലുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം ആ ജില്ലയിലേക്ക് അപേക്ഷിക്കുക. എന്തായാലും അവരവരുടെ ജില്ലയിൽ അപേക്ഷിക്കുകയായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ആളുടെ കൈവശം ആ ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വാലിഡ് ആയിരിക്കണം. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതുവഴിയായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഇന്റർവ്യൂവിനെല്ലാം കോൺടാക്ട് ചെയ്യുക അതുവഴിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ദി കോപ്പി ഓഫ് ദി അപ്പോയിൻമെന്റ് ലെറ്റർ, സാലറി സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്സ് എക്സെട്ര വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ഇൻ ദ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഇവിടെ അപ്പോയിൻമെന്റ് ലെറ്ററോ സാലറി സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്പോ ഒന്നും നിങ്ങൾ ഹാജരാക്കാൻ പാടില്ല. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ അവർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ സർട്ടിഫിക്കറ്റ് രൂപത്തിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും DA ഒന്നും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ട്രാവലിംഗ് അലവൻസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല എന്ന് കൂടി ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് 4 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ട്രെയിനിങ് നിങ്ങൾ 4 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിംഗ് ലഭിക്കുകയുള്ളൂ. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലെല്ലാം ആണ് കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സിഗ്നേച്ചർ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഇവർ ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എത്തരത്തിലാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. നേരത്തെ കണ്ട സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് കൂടി നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ടാമതായിട്ട് ആദ്യത്തേത് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ആയിരുന്നു. രണ്ടാമതായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ റിക്രൂട്ട്മെൻറ്റ് ഓഫ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് ക്ലിക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പിന്നീട് ലോഗിൻ ചെയ്തതിന് ശേഷം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഒരു പേജാണ്. ഇനി നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്നൊരു ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിന്നുമാണ് പിന്നീട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് അതായത് അവസാനത്തെ 6 മാസത്തിനുള്ളിൽ എടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും. നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ JPG ഫോർമാറ്റ്. അപ്പോൾ JPG ഫോർമാറ്റുള്ള ഫോട്ടോഗ്രാഫ് മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സൈസ് ഓഫ് ഫോട്ടോഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. മസ്റ്റ് ബി ലെസ് ദാൻ 200 KB എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല സൈസ് ഓഫ് ദ സിഗ്നേച്ചർ ഷുഡ് ബി ലെസ് ദാൻ 50 KB. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെയും, മാത്രമല്ല ഈ പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് സൈസ് 200 KB താഴെയും ആയിരിക്കണം. പിന്നെ കാൻഡിഡേറ്റ് റിക്വയർഡ് കംപ്ലീറ്റ് പേയ്മെന്റ് പ്രോസസ് വിത്തിൻ ദ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റില്ല. അപ്പോൾ അതിൻ്റെ അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങൾ അപേക്ഷ ഫീസും അടയ്ക്കേണ്ടത്. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുക, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ട് നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ എപ്പോഴും സൂക്ഷിക്കുക. അത് വാലിഡും ആയിരിക്കണം, കാരണം അതുവഴിയായിരിക്കും നിങ്ങൾ പിന്നീട് കോൺടാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ പറയുന്ന അപേക്ഷാ ഫീസ് 325, പിന്നെ ട്രാൻസാക്ഷൻ ചാർജസ് അത് ഈടാക്കുന്ന പോലെ നിങ്ങൾക്ക് അതും നൽകേണ്ടി വരും. അത്തരത്തിൽ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ഇത്തരത്തിലുള്ള പേജിലായിരിക്കും. നിങ്ങളുടെ ഈ ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്ന ഭാഗത്ത് ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ടു രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പേജിലേക്കായിരിക്കും പിന്നീട് പോവുക. അവിടെ നിന്നുമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്യുക, അതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക, പിന്നീട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നൽകുക. ഓൺലൈൻ ഫീസും പേയ്മെൻറ്റ് നടത്തുക. ഇവിടെ നിങ്ങളുടെ പേര് നൽകുക, ഇമെയിൽ ഐ ഡി നൽകുക, നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി പറയുന്ന സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ ലഭിക്കുന്നതായിരിക്കും. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു നമ്പർ ലഭിക്കുന്നതായിരിക്കും. അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ ലഭിക്കും. ആ ഒരു നമ്പർ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ ആവശ്യപ്പെടും. ആ ഒരു രജിസ്ട്രേഷൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ നൽകുക. നിങ്ങൾക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ നൽകുക. ഒരു മാതൃക ഇവിടെ നൽകുന്ന NHM എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്ട്രേഷൻ ഐ ഡി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ നൽകുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ നൽകിയ ശേഷം ഒരിക്കൽ കൂടി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തുവാനും കഴിയും. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് കാണാം ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നിവിടെ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക.
അപ്പോൾ അതായത് ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും പോകുക. ഇവിടെ നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ആ ഒരു പേജിൽ വരുന്ന ഡയലോഗ് ബോക്സ് അവസാന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി വരും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ പേരും ഇമെയിൽ ID മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ ലഭിക്കും, ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. പിന്നീട് വീണ്ടും ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, ക്ലിക്ക് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേജിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക. എന്തായാലും ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അതായത് ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യാനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും എല്ലാം കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും നഴ്സിംഗ് അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നൽകുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സുഹൃത്തുക്കൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.